രാവിലെ ഇപ്പം 5 മണിയായി. ഇവിടെ ഞാൻ ഒരു പുതിയ ജിം കണ്ടുപിടിച്ചു. മെയ് 2-ാം തീയതിയാണ്. ഞാൻ ദാ ഇപ്പോൾ ഒരു റെട്രോ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ട് ഇപ്പം രാവിലെ 2 മണി എന്തോയി. നേരെ എറണാകുളം അങ്കമാലി പോവാണ്. അങ്കമാലിയിൽ അഡ്ലക്സ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ട് ഇൻഡെക്സ് 2025 നടക്കുകയാണ്. അതൊരു ബിസിനസ്സുകാർക്കും ഓൺടർപ്രണർഷിപ്പും അവരുടെയൊക്കെ ഒരു എക്സ്പോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ 3 പാർട്ട്നേഴ്സായിട്ട് പോകണം എന്ന് തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് തീർക്കാനുണ്ട്. ഷോപ്പിൻ്റെ ആണെങ്കിലും നമ്മുടെ ഇവൻറ്റിൻ്റെ ആണെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഫിനിഷ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു 3-4 ദിവസം എല്ലാവരും കൂടെ മാറി ഇന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ യുണാനിമസ്ലി ഒരു തീരുമാനം എടുത്തു, ഞാൻ പോയിട്ട് വാ എന്നുള്ളൊരു. അപ്പോൾ ഈ പോകുന്നൊരു ജേർണി നമുക്കൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അവിടെ എത്തിയിട്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്, പിന്നെ പോകുന്നതിനിടയിൽ ഞങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാനാ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരു വീഡിയോയിൽ ഡോക്യുമെൻ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. എങ്ങനെ വരുമെന്ന് നോക്കാം. ഓക്കെ, കറക്റ്റ് 5:40 എന്തോ ആയപ്പോഴത്തേക്ക് നമ്മൾ ഏറ്റുമാനൂരെത്തി. ഇനി ഇവിടെ നിന്ന് എത്ര 10-50 കിലോമീറ്ററും കൂടെ എന്തോ ഉള്ളൂ. എല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 10:15 എന്തോ. ഇവിടെ പരിപാടിയൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു. സ്റ്റാർട്ടപ്പിനെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആളെങ്കിൽ അവർ പങ്കെടുക്കുക എന്നുള്ള ഐഡിയയോട് കൂടിയാണ് ഞങ്ങൾ ഈ ഒരു ഉദ്യമം സ്റ്റാർട്ട് ചെയ്തത്. ഇൻഡെക്സ് 2025 ഞങ്ങൾ ഇനോഗ്രേഷൻ ഡേ മെയ് 2 തീരുമാനിച്ചപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മുമ്പിൽ വന്ന ഒരു ടെൻഷൻ എന്തായിരുന്നു? Help the companies do their valuations, but basic thing is it all starts from the founder's values. The entrepreneur, what kind of values you are holding, that's the number one question. Number two, which will be translated into organizational values. Okay, only the founder's values will get translated into organizational values. You cannot actually create a value for the organization which is contradictory to your own personal values. Actually day 1 ബിസിനസ് മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവിടെ കൾച്ചറൽ ആക്ടിവിറ്റീസ് തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ പരിപാടി ഇച്ചിരി അടിപൊളിയായിരുന്നു. ഒരുപാട് പേരെ കണ്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ച് എല്ലാവരും നമുക്കത് ചെയ്യാം, നമുക്കിത് ചെയ്യാം, എല്ലാവർക്കും പോസിബിലിറ്റിയെ പറ്റി മാത്രമേ സംസാരിക്കാനുള്ളൂ. ആരും അത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് ചെയ്യാം, എല്ലാവരും പോസിബിലിറ്റി. അവിടെ ചെന്നിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളൊന്നും ചെയ്യുന്നില്ല, അവരുടെ മനസ്സിലും അവരൊന്നും ചെയ്യുന്നില്ല, കൂടുതൽ ചെയ്യണം. അപ്പം അങ്ങനത്തെ ഒരാളൊക്കെ കാണുമ്പോൾ എന്തോ പോലെ നമുക്ക് പോരാ എന്നൊരു തോന്നൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. അപ്പം അവിടെ രമ്യ നമ്പീശന്റെ പരിപാടി നടക്കുന്നത് പറഞ്ഞാൽ വിശ്വസിക്കില്ല. മഴ കണ്ട എനിക്കൊരു തേങ്ങയും കാണാൻ പറ്റുന്നില്ല. ഞാൻ എന്താ ഇപ്പം ഇവിടെ അലിബാബ ഇവിടുത്തെ ഫുഡ് ഇച്ചിരി കൊള്ളാന്ന് പറയുന്നു. അപ്പോൾ ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി നേരെ അവിടെ നിന്ന് ഗൈസ്, ഇത് 2-ാമത്തെ ദിവസമാണ്. ഇന്ന് ഇവിടെ എക്സിബിഷനും ബാക്കി കാര്യങ്ങളും പിന്നെ കുറച്ച് എംബസിയിൽ നിന്ന് കുറച്ച് ആളുകൾ വരുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പം 5 മണിയായി. ഇവിടെ ഞാൻ ഒരു പുതിയ ജിം കണ്ടുപിടിച്ചു. ആ ജിമ്മ് ഇതുവരെ തുറന്നിട്ടില്ല. ഞാൻ പക്ഷെ ഇന്നലെ വിളിച്ചവരുമായിട്ട് സംസാരിച്ചു. ദേ സെഡ് അവരൊരു 5:30 ആകുമ്പോൾ വന്നാൽ മതി, അവർ ഡേ പാസ് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജിമ്മിൽ പോകാൻ വേണ്ടിയിരിക്കും. പ്രോഗ്രാമിന്റെ മിനിസ്റ്ററൊക്കെ വന്നിട്ടുണ്ട്. എംബസിയിൽ ആളുകൾ വന്നിട്ട് പോയതേ ഉള്ളൂ. ഇവിടെ ഇപ്പം കൾച്ചറൽ പരിപാടിയുടെ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മസാല കോഫി എന്താണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരും വന്ന് ഇവിടെ ഇരിപ്പുണ്ട്. 3:30 ആയതേ ഉള്ളൂ, 6 മണിക്കാണ് തുടങ്ങുന്നത്.
പിന്നെ ഇന്നത്തെ സെമിനാർ 4 മണിക്കാണ്. ഞാൻ നമ്മുടെ ഇവിടത്തെ പ്രോഗ്രാമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവിടെ സത്യം പറഞ്ഞാൽ ഇനി 2 ദിവസം കൂടി കാര്യങ്ങളും നടക്കുന്നുണ്ട്. എനിക്കിനി ഇവിടെ നിന്നിട്ട് ഇവിടത്തെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവിടുത്തെ കാര്യങ്ങൾ, എക്സിബിഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സ്റ്റോളെല്ലാം കണ്ടു, കുറെ പേരെ പരിചയപ്പെട്ടു, നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ പേരെ പരിചയപ്പെട്ട്. പിന്നെ ഇനി നമുക്ക് എനിക്ക് കുറച്ച് ആളുകളെ കാണാനുണ്ട്. ബിസിനസ് പരമായിട്ടും അല്ലാണ്ടും കുറച്ച് പേരെ കാണാനുണ്ട്. അപ്പോ ഞാൻ ആക്ച്വലി നമ്മുടെ അഡിലെക്സ് കൺവെൻഷൻ സെന്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവിടുത്തെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ഇനി 2 ദിവസം കൂടെ ഉണ്ട്. മന്ത്രി വന്നേ ഉള്ളൂ. മന്ത്രി വന്നത് ഞാൻ ഇറങ്ങിയത് ഒരുമിച്ചായിരുന്നു. പുള്ളി അവിടെ ഇനി സ്റ്റോളൊക്കെ കണ്ടു വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം എടുക്കും. പുള്ളി വന്നതിന് ശേഷമാണ് ഇനി അടുത്ത പ്രോഗ്രാം അവർ ചാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അത്രയും സമയം ഇല്ല. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിയാലേ എന്റെ അടുത്ത കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. കുറെ കാര്യങ്ങൾ നടന്ന് ഞാൻ എന്തൊക്കെയോ ഷൂട്ട് ചെയ്ത് എനിക്ക് അറിഞ്ഞുകൂടാ. പലതും കൂടുതലും ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ആളുകളൊക്കെ കാണുന്ന സമയത്ത് ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ എടുക്കായിരുന്നു. എനിക്ക് ഈ ക്യാമറ പിടിച്ച് നിന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ അത് ഇച്ചിരി ഓക്വേർഡ് ആയിരിക്കും. നമുക്ക് ആ ഒരു ഓർഗാനിക്കലി ഉള്ള ഒരു ടോക്കിംഗ് പറ്റത്തില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ചെയ്തില്ല. രാവിലെ തന്നെ ജിമ്മിലൊക്കെ പോയിട്ട് റൂമിൽ വന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ അമ്മ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ഉണ്ടല്ലോ, അമ്മ അസോസിയേഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് റൂം വരുന്നത്. ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് ഇറങ്ങാൻ പോകുന്നു. ഫ്രഷ് ആവണം, കറങ്ങാൻ പോകണം. ഇത് ആക്ച്വലി നല്ലൊരു റൂമാണ്, കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തതാണ്. അവൻ ഡിമോറോയുടെ ടീമിലുള്ളതാണ്. അപ്പോൾ പുള്ളി റെക്കമെൻഡ് ചെയ്ത് അവൻ തന്നെ എനിക്ക് ഈ റൂമും സെറ്റ് ചെയ്ത് തന്ന. ഞാനൊന്ന് ഇവിടെ ഒന്ന് ഫ്രഷ് ആവണം, ഇറങ്ങണം. ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രി ഒന്ന് പൂളിൽ ഇറങ്ങണം. ഇതാണ് ഞാൻ പറഞ്ഞത്, അശ്വിൻ്റെ ഓരോ കാര്യങ്ങൾ. ഞാൻ അതിങ്ങനെ റൂമിലിരുന്നിട്ട് ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങും ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട്. ഇന്ന് വൈകിട്ടാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പം ഇപ്പം കുറച്ചു നേരം ഫ്രീ ആണ്. ഒന്ന് കറങ്ങിയാലോ എന്ന് നോക്കുന്നു. ഇവിടെ എന്തെങ്കിലും നല്ല സ്ഥലങ്ങളും ഫുഡൊക്കെ ഒന്ന്. ഇപ്പം നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെത്തി. ജസ്റ്റ് ചുമ്മാ ഒന്ന് കാണാനായിട്ട്. നല്ല റോഡ്, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം കൂടി. ഞാൻ അടുത്ത് വന്നിരിക്കുന്ന എനിക്ക് ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കൊച്ചുനാളിലെ മുതലേ കണ്ടു വളർന്ന് ഒരു മനുഷ്യൻ, പുള്ളിയുടെ ഒരു ആഗ്രഹവും കാര്യങ്ങളും വെച്ചുണ്ടാക്കിയെടുത്ത ഒരു എംപയർ ഉണ്ട്. അത് നേരിട്ട് കണ്ടൊന്ന് അനുഭവിക്കാൻ പറ്റിയത് ഞാൻ വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. അശ്വിൻ ബ്രോ, നീ ഒബ്രോൺ മോള് മിസ് ചെയ്തു. അശ്വിൻ ബ്രോ, ഫോറം മോൾ. അശ്വിൻ ബ്രോ, നീ ഇത് മിസ് ചെയ്തു. ശരി, ഉണ്ട് കാണാം. കൂട്ടിയിട്ട് ചെളിയെടുത്ത് കടലിൽ കൊണ്ട് കളയുന്ന കപ്പലാണ് ആ കിടക്കുന്നത്. അതുപോലെ നമ്മുടെ ബോട്ടിന്റെ നേരെ ഫ്രണ്ടിൽ കാണുന്നത് ഇന്ത്യൻ നേവിയുടെ യുദ്ധക്കപ്പലിനാണ്. നമ്മുടെ INS വിക്രാന്ത് കഴിഞ്ഞാൽ 2ാം കപ്പലാണത്. അതും പിന്നെ വിമാനവാഹിനി കപ്പൽ തന്നെയാണ്. മറ്റേതിനകത്ത് 20 പ്ലെയിനും 20 ഹെലികോപ്റ്ററും ഒരേ സമയം ലാൻഡ് ചെയ്തതാണ് INS വിക്രാന്ത്. അതിൽ 2000 ജീവനക്കാരാണ് പട്ടാളക്കാർ, നേവിക്കാരുള്ളത്. ഇതിൽ അന്നേരം 1000 ജീവനക്കാരാണ് ഉള്ളത്. ഇത് ഇവിടുത്തെ ബസാർ റോഡാണ്. ഇവിടെ കിട്ടാത്തൊന്നുമില്ല. ഇതാണ് വൈറൽ കുലുക്കി മേക്കർ.
ഇത് കൊള്ളും കേട്ടാ. Ashwin, for your information, 1, 2, 5. നമ്മുടെ എർത്തിൽ തന്നെ വൺ ഓഫ് ദ സോഫ്റ്റസ്റ്റ് തിങ് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടതിൽ ഒരെണ്ണം എന്ന് പറയുന്ന വെള്ളമാണ്. പക്ഷേ ഈ വെള്ളം ഉപയോഗിച്ച് നമുക്ക് ഭയങ്കര കട്ടിയുള്ള കല്ലിനെ വേണമെങ്കിലും പൊളിക്കാൻ പറ്റും. ഇത് ഫോഴ്സ് ഉപയോഗിച്ചിട്ടല്ല, പക്ഷെ പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എഫേർട്ട് വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. നമ്മൾ നീന്തുമ്പോഴാണെങ്കിലും സ്ട്രഗിൾ ചെയ്യുമ്പോഴാണെങ്കിലും എപ്പോഴും ഓർക്കുക, വെള്ളം ഒരിക്കലും തിരിച്ച് ഫൈറ്റ് ചെയ്യാറില്ല. ഇറ്റ് ഫ്ലോസ്, അത് അഡ്ജസ്റ്റ് ചെയ്യും. ആൻഡ് സ്റ്റിൽ ഇറ്റ് ഹാസ് ദ കേപ്പബിലിറ്റി ടു ഷേക്ക് മൗണ്ടൻസ്. ആക്ച്വലി ആ മൈൻഡ് സെറ്റാണ് നമുക്കും വേണ്ടത്. പൂളിൽ ഇങ്ങനെ രാവിലെ കിടക്കുമ്പോൾ നല്ല സുഖം. വീട്ടിൽ ഷവറിലൊക്കെയാണല്ലോ കുളിക്കുന്നത്. ഇത് പൂളിൽ നല്ല രാവിലെ തണുപ്പ്, പിന്നെ ഇവിടെ ആരും ഇല്ല, പ്രത്യേക ഒരു സുഖം. എന്നും ഇതേപോലെ രാവിലെ എണീച്ച് കുളിക്കാനൊക്കെ തോന്നും. ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്ക്. ഞാൻ എൻ്റെ കഴിഞ്ഞ 5 വർഷത്തിൽ ഒരുപാട് ബിസിനസ് റൺ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്, കാശ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, സുഹൃത്തുക്കൾ ചതിച്ചിട്ടുണ്ട്, ഇതിന്നെല്ലാം റീബിൽഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഒരു ലക്ഷറി കാർ സ്വന്തമാക്കാൻ പറ്റിയിട്ടില്ല. വേണ്ടാത്തോണ്ടൊന്നും അല്ല, പറ്റിയിട്ടില്ല. ഞാനിത് ഡോക്യുമെന്റ് ചെയ്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതേപോലത്തെ ഒരു വ്ളോഗ് ഒന്നുകൂടെ ഷൂട്ട് ചെയ്യും. ഞാൻ ഇതേപോലെ ഒന്നുകൂടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഈ കാറിന്റെ കീ ആണ്. ഇത് വേറൊരാളുടെ സ്വപ്നമായിരിക്കില്ല, ഇത് എന്റെ തന്നെ സ്വപ്നം ഞാൻ സാക്ഷാത്കരിക്കുന്ന ഒരു സമയമായിരിക്കും അത്. ഇത് ഇവിടുത്തെ സെൻട്രൽ മോളാണ്. കൊച്ചിയാണ് ഗൈസ്. കുസൃതികൾ. യെസ്, നമ്മളിപ്പോ എവിടെയാണ്? വൈപ്പിൻ. ചക്കി എന്ന് ഇവിടെയാണെന്ന്. ചക്കി എന്ന് ഇവിടെയാണെന്നോ? ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം. പാട്ടുമില്ല, തേങ്ങയില്ല, പൊട്ട വട്ടി. നമ്മുടെ വണ്ടി പൊട്ടയായി. ഞാൻ പറയുന്നത് നീ നടന്ന് തിരിച്ച് വീട്ടിലോട്ട് പോ. എന്നെ ഇറക്കി വിടുന്നു, പോണം. എന്നെ ഇറക്കി വിടുന്നു ഗൈസ്. ഇനി വഴി നോക്ക്. വഴി എവിടെ? പോട്ടെ. ചീറ്റി ചീറ്റിയില്ല. ചീറ്റിയാടാ. പോയി. നമ്മുടെ അജിന്റെ പട്ടം എവിടെ നോക്കട്ടെ. സൂപ്പർമാൻ. ഞാനും ചക്കിയും ദാ ഇവിടെ നമ്മുടെ പട്ടം പറപ്പിക്കുന്നു. ചക്കി പ്രൊഫഷണൽ ആണ്. കാണുന്നുണ്ടോ? ഞാൻ കാണിച്ചു തരാം. Final day at Wonderla.
മൂന്നാറ്. ഞാൻ എറണാകുളത്ത് നിന്ന് തിരിച്ച് വീട്ടിലേക്കുമാണ്. ഞാൻ തിരിച്ചു പോകുന്ന വഴിയാണ് ഞാനിങ്ങനെ ആലോചിച്ചത്, ഞാൻ ഇതുവരെ വീഡിയോസിനൊന്നും ഒരു എൻഡിങ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു എൻഡിങ് വേണമെന്ന് തോന്നി നിർത്തി. ഞാൻ ഡ്രസ്സില്ലാത്ത ഇപ്പം എൻ്റെ കാറിലാണ്, കാറിൽ വേറെ ആരും ഇല്ല. കാറ് എൻ്റെ ഒരു വീട് പോലെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷർട്ടൊന്നും ഇപ്പോൾ ഇട്ടിട്ടില്ല. ഞാൻ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. രാവിലെ ഒരു 1-2 മണിയാകുമ്പോൾ ഞാൻ നാട്ടിലെത്തും. അത്രേ ഉള്ളൂ. ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയോ എടുത്ത്, പക്ഷേ 10% പോലും ഒന്നും ആയിട്ടില്ല. എന്നുവെച്ചാൽ എനിക്ക് എല്ലാം കൂടെ ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയൊന്നുമില്ല. അവിടെ നടന്ന കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി വീട്ടിൽ പോയിട്ട് നോക്കുമ്പോൾ അറിയാം ഞാൻ എന്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് എനിക്ക് വീഡിയോ ഇടണമെന്നുണ്ട്. സോ അത്രേ ഉള്ളൂ. താങ്ക് യു.